ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ സന്താൾ വിഭാഗത്തിന്റെ സംഭാവനകൾ എന്നും അനുസ്മരിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 9ാമത് അന്താരാഷ്ട്ര സന്താൾ സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരമുള്ള മരുന്നുകൾ താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ് ജൻ ഔഷധി സംരംഭമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. ഇറാനുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് അമേരിക്ക. ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയതായി ഇറാൻ. ഇറാനിയൻ പടക്കപ്പലിന് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് അഭയം നൽകിയത് മനുഷ്യത്വപരമായ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കേരളം മുൻപന്തിയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ICC പുരുഷ ട്വന്റി ലോകകപ്പ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ സന്താൾ വിഭാഗത്തിന്റെ സംഭാവനകൾ എന്നും അനുസ്മരിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമബംഗാളിൽ 9ാമത് അന്താരാഷ്ട്ര സന്താൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആദിവാസി വിഭാഗങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യവികസനം സാധ്യമാകൂവെന്നും ശ്രീമതി മുർമു പറഞ്ഞു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഡാർജിലിംഗ് ഹിൽ ഫെസ്റ്റിവൽ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഡാർജിലിംഗിലെ ലോക് ഭവനിൽ റൂട്ട് ആൻഡ് റിതംസ് എന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവഹിക്കും. ജൻ ഔഷധി ദിവസിനോടനുബന്ധിച്ച് രാജ്യത്തെ പൌരന്മാർക്ക് ആശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണ ചെലവുകളും ചികിത്സയും ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പൌരന്മാർക്ക് താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. ഇറാനുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും നിരുപാധികം കീഴടങ്ങിയാൽ ഇറാനെ സാമ്പത്തികമായി പുനർനിർമ്മിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സംഘർഷം പരിഹരിക്കാൻ ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. മേഖലയിൽ സുസ്ഥിരമായ സമാധാനത്തിന് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ രാജ്യത്തിന്റെ അന്തസ്സും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. സാങ്കേതിക തകരാർ നേരിട്ട ഇറാനിയൻ പടക്കപ്പലിന് അഭയം നൽകി ഇന്ത്യ. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന്റെ അഭ്യർത്ഥന പരിഗണിച്ച് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്താണ് ഇറാനിയൻ കപ്പലായ IRIS ലാവൻ അടിയന്തരമായി ഡോക്ക് ചെയ്യാൻ അനുമതി നൽകിയത്. കപ്പലിലെ 183 ജീവനക്കാർക്ക് താമസ സൌകര്യമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. തികച്ചും മനുഷ്യത്വപരമായ നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന റെയ്സീന ഡയലോഗിലെ മന്ത്രിതല സമ്മേളനത്തിൽ വ്യക്തമാക്കി. We got a message from the Iranian side that one of the ships, which presumably was closest to us, to our waters at that point of time, wanted to come in to our port. They were reporting that they were having problems. It took them a few days to sail in, and then they docked in Kochi. For us, when this ship wanted to come in, and that too in difficulties, I think it was the humane thing to do, and I think we were guided by that principle. പശ്ചിമേഷ്യൻ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്കായി ഖത്തറിലെ ഇന്ത്യൻ എംബസി കൂടുതൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഏർപ്പെടുത്തി. +97456475002, +97455362508, +97455384683 എന്നിവയാണ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ. cons.doha@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലും സഹായം ലഭ്യമാണ്. വാർത്താ TV ചാനലുകളുടെ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടയിൽ ചില TV വാർത്താ ചാനലുകൾ ഭയം ഉണർത്തുന്നതും ഊഹാപോഹപരമായ ഉള്ളടക്കവും പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. അത്തരം ഉള്ളടക്കങ്ങൾ പൊതുജനങ്ങളിൽ, പ്രത്യേകിച്ച് ദുരിത ബാധിത പ്രദേശങ്ങളിലെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമുള്ളവരിലും അവിടെ താമസിക്കുന്നവരിലും പരിഭ്രാന്തി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യപ്രഭാഷണം നടത്തും. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയും സഹമന്ത്രി സാവിത്രി താക്കൂറും പങ്കെടുക്കും. 1000-ഓളം സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു.
അതേസമയം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശിശുവികസന മന്ത്രാലയം നാളെ രാവിലെ 7:30 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ ശക്തി വാക്ക് സംഘടിപ്പിക്കും. രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ സബ്സിഡിയില്ലാത്ത ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപ വർദ്ധിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപ വർദ്ധിച്ചതായും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. സിലിഗുരി ഇടനാഴിക്ക് സമീപം ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും പ്രദേശങ്ങളെ ചേർത്ത് പുതിയ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കുന്നുവെന്ന തരത്തിൽ സമൂഹമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കേരളം മുൻപന്തിയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് സംസ്ഥാനത്തെത്തിയ അദ്ദേഹം കൊച്ചിയിൽ ചേറായി ബീച്ചിൽ പൊതുജനങ്ങളുമായി സംവദിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. എറണാകുളത്തും തിരുവനന്തപുരത്തും കളക്ടറായി സേവനമനുഷ്ഠിച്ചതിന്റെ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. ഇന്നലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ശ്രീ ജ്ഞാനേഷ് കുമാറും സംഘവും ചർച്ച നടത്തിയിരുന്നു. വികസനത്തിൽ ഉയർന്നുവരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിന്റെയും പടഹാരം പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ, അതോടൊപ്പം നമ്മുടെ നാടിന്റെ ഗതാഗത സൗകര്യത്തിൽ വലിയ മാറ്റം, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ട് അത് നടപ്പാക്കുകയാണ്. വിവിധ രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം നാടിന്റെ വികസന കുതിപ്പിന് സഹായകമായിട്ടുള്ളതാണ്. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച പെരുമ്പളം പാലവും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി മന്ദിരത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും ശിവഗിരിയിലെത്തിയ വേളയിൽ ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ വൈദിക മഠവും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. സന്യാസിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ICC പുരുഷ ട്വന്റി ലോകകപ്പ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരെ 7 റൺസ് വിജയം നേടി ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാൻഡിന്റെ ഫൈനൽ പ്രവേശം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ മറ്റന്നാൾ പരിഗണിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിനും അന്നേ ദിവസം തുടക്കമാകും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ലോക്സഭാ സെക്രട്ടറി ജനറലിന് അവിശ്വാസ നോട്ടീസ് നൽകിയിരുന്നു. ഗുജറാത്ത് നിയമസഭാംഗമായ ഗോവിന്ദ് ഭായ് പർമറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സമർപ്പിതനും പ്രതിജ്ഞാബദ്ധനുമായിരുന്നു ഗോവിന്ദ് ഭായ് പർമറെന്ന് സമൂഹ മാധ്യമ കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പർമറുടെ വിയോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അനുശോചനം അറിയിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന നേപ്പാളിൽ ആകെയുള്ള 165 മണ്ഡലങ്ങളിൽ ഇതുവരെ 36 മണ്ഡലങ്ങളിലെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ശേഷിക്കുന്ന സ്ഥലങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സമ്പ്രദായത്തിൽ 90 മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി മുന്നിലാണ്. RSP 28 സീറ്റുകൾ നേടി. 5 സീറ്റുകൾ നേടിയ നേപ്പാളി കോൺഗ്രസ് മറ്റ് 9 മണ്ഡലങ്ങളിൽ മുന്നിലാണ്. UML 1 സീറ്റിൽ വിജയിച്ചു, 10 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. NCP 2 സീറ്റുകൾ നേടി 10 സീറ്റുകളിൽ മുന്നിലാണ്. ശ്രാം സംസ്കൃതി പാർട്ടി 5 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പ്രവർത്തനം ആരംഭിക്കാനുള്ള എയറോഡ്രോം ലൈസൻസ് അനുവദിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാവുന്ന പൊതുവിഭാഗത്തിലാണ് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ സന്താൾ വിഭാഗത്തിന്റെ സംഭാവനകൾ എന്നും അനുസ്മരിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 9ാമത് അന്താരാഷ്ട്ര സന്താൾ സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരമുള്ള മരുന്നുകൾ താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ് ജൻഔഷധി സംരംഭമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. ഇറാനുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് അമേരിക്ക. ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയതായി ഇറാൻ. ഇറാനിയൻ പടക്കപ്പലിന് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് അഭയം നൽകിയത് മനുഷ്യത്വപരമായ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കേരളം മുൻപന്തിയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ICC പുരുഷ ട്വന്റി ലോകകപ്പ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.